വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പഴയ റേഡിയോ എടുത്തിട്ട് ഞാൻ അടിപൊളി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കി എടുത്തിട്ടുണ്ട്. വെറും ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയാൻ പറ്റില്ല, 2.1 ഒരു ആംപ്ലിഫയർ ബോർഡാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സിനെ പറ്റി യാതൊരു ഐഡിയ ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ റേഡിയോയുടെ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഈ റേഡിയോയുടെ ബോഡി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലത്തെ ബോഡിയിലാണ് ഇതിന്റെ പവർ യൂണിറ്റ് വരുന്നത്. ആ പവർ യൂണിറ്റ് പിന്നെ ഞാൻ ഊരിയിട്ടു. ഇതിന്റെ ഫ്രണ്ട് ബോഡിയിലാണ് ഇതിന്റെ ടേപ്പർ കോഡറും അതുപോലെ തന്നെ റേഡിയോയുടെ യൂണിറ്റും സ്പീക്കേഴ്സും എല്ലാം വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്താണ് ഇതിന്റെ ടേപ്പർ കോഡിന്റെ യൂണിറ്റ് വരുന്നത്. അത് നമുക്ക് ഊരിയെടുക്കാം. ഇനി ഈ റേഡിയോക്കകത്തുള്ള മെയിൻ ബോർഡ് നമുക്ക് ഊരിയെടുക്കാം. ഇതിനകത്താണ് ആംപ്ലിഫയറും അതുകൊണ്ട് റേഡിയോയുടെ യൂണിറ്റ് എല്ലാം വരുന്നത്. ഈ ഒരു ബോഡി ഞാൻ മാക്സിമം കേട് വരാതെയാണ് ഊരിയെടുക്കുന്നത്. അത് നമുക്ക് നാളെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ബോഡി ഞാനകത്തുനിന്ന് സേഫ് ആയിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊട്ടതായിട്ട് ഇതിന്റെ കൺട്രോളിംഗ് ബോർഡ് വരുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാം. ഇനി ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന്റെ പുറത്തുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ഞാൻ ടർപ്പനാണ് യൂസ് ചെയ്തത്. ഇനി ഈ കൺട്രോളിംഗ് സ്വിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്ന ഈ മുന്നിലത്തെ പോർഷൻ ഞാനകത്ത് ഊരിയെടുക്കുകയാണ്. ഇനി ഈ റേഡിയോ 2.1 ഒരു ആംപ്ലിഫയർ ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് AP55 എന്ന് പറഞ്ഞ ഈ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് USB അതുകൊണ്ട് മൈക്രോ SD കാർഡും AUX സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ആംപ്ലിഫയറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു റിമോട്ടും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് മേടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഈ റേഡിയോയുടെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചെടുത്ത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ആംപ്ലിഫയർ വെച്ചിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ചെറിയ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിട്ട് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് ഇറക്കി വെച്ചിട്ട് ചെറിയ നെറ്റും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഴയ ഉണക്ക് നമ്മൾ ആംപ്ലിഫയർ ബോർഡ് സെറ്റ് ചെയ്ത പ്ലാസ്റ്റിക്കിന്റെ പോർഷൻ നമുക്ക് അതിനകത്ത് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അകത്തുനിന്ന് അതിന് 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ ഒരു റേഡിയോക്ക് 2 ടീറ്റർ ഉൾപ്പെടെ മൊത്തം 4 സ്പീക്കേഴ്സ് ആണ് മൊത്തം വരുന്നത്. ഇതിന്റെ ഒരു സൈഡിലെ സ്പീക്കർ സെറ്റിനകത്ത് മൊത്തം 3 വയറാണ് നമുക്ക് ഔട്ട് വരുന്നത്. സ്പീക്കറിലേക്കുള്ള പോസിറ്റീവ് വയർ ഇതിനകത്ത് കോമൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നെഗറ്റീവ് വയറാണ് സെപ്പറേറ്റ് വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ബ്ലാക്കിലും വൈറ്റിലും വരുന്ന നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഒരുമിച്ചെടുക്കാം. ഇനി ഈ സ്പീക്കറിന്റെ സൈഡിലോട്ട് നമുക്കൊരു പിന്ന് കണക്ട് ചെയ്യാം. ഈ പിന്നൊക്കെ നമുക്ക് ആംപ്ലിഫയർ ബോർഡ് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജോയിന്റ് എടുത്ത ബ്ലാക്കും വൈറ്റും വരുന്ന നെഗറ്റീവ് വയർസ് നമുക്ക് ഈ ഒരു പിന്നിന്റെ ബ്ലാക്ക് വയറിലോട്ട്, അതായത് നെഗറ്റീവ് വയറിലോട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്പീക്കറിൽ നിന്ന് പോസിറ്റീവ് വയർ നമുക്ക് പിന്നിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി ഇവ നമ്മൾ ഷോർട്ട് ആവാതിരിക്കാൻ നമുക്ക് ഇൻസുലേഷനോടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ സ്പീക്കറിന്റെ വയറോടെ കണക്ട് ചെയ്യാം. ഇനി നമ്മൾ കണക്ട് ചെയ്തെടുത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നുള്ള 2 പിന്നുകൾ നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിലിട്ട് കൊടുക്കാം. വല സൈഡിൽ നിന്ന് വരുന്ന സ്പീക്കറിന്റെ വയറുകൾ നമുക്ക് വല സൈഡിലെ ആംപ്ലിഫയറിന്റെ സോക്കറ്റിലും അതുകൊണ്ട് തന്നെ ഇടത് സൈഡിൽ നിന്ന് വരുന്ന സ്പീക്കറിന്റെ വയറുകൾ നമുക്ക് ആംപ്ലിഫയറിന്റെ ഇടത് സൈഡിലെ സോക്കറ്റിലും കണക്ട് ചെയ്യാം. ഇനി ഇതിന്റെ പവർ കൊടുക്കാൻ ആവശ്യമുള്ള ഫീമെയിൽ സോക്കറ്റ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ ആംബിൽ നിന്ന് വരുന്ന ആന്റിന വയറും അതുകൊണ്ട് റേഡിയോയിൽ ഉണ്ടായിരുന്ന ആന്റിന വയറും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഫീമെയിൽ സോക്കറ്റിൽ വരുന്ന പവറിന്റെ പിന്നോട് നമുക്ക് ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് പഴയ ഉണക്കനിന്റെ ബോഡി പാർട്സുകളെല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. അങ്ങനെ ഫൈനലി ഈ റേഡിയോ ഞാൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. A55 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ ബോർഡ് വെച്ചാണ് ഇതിനെ സിമ്പിൾ ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊരാൾക്കും ചെയ്യും. ഇലക്ട്രോണിക്സിനെ പറ്റി യാതൊരു ഐഡിയയും വേണ്ടി ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.